ഉപ്പുവെള്ളം കയറി കൃഷി അസാധ്യമായിരിക്കുകയാണ് കരിവെള്ളൂർ കുണിയൻ വയലിൽ. കിണറുകളിൽ ഉൾപ്പെടെ ഉപ്പുവെള്ളം എത്തി തുടങ്ങിയ ആശങ്കയിലാണ് കുണിയനിലെ കർഷകരും നാട്ടുകാരും. നാട്ടിൽ പട്ടിണി പടർന്നു പിടിച്ച കാലത്ത് ചിറക്കൽ കോലത്തേക്കുള്ള നെല്ലെടുപ്പ് തടഞ്ഞ് വെടിയേറ്റ് വീണവരുടെ രക്തം പുരണ്ട മണ്ണാണ് കരിവെള്ളൂർ കുണിയനിലേത്. നോക്കത്താ ദൂരത്തോളം പച്ചപ്പട്ട് വിരിച്ചതുപോലെ കിടന്ന കുണിയനിലെ വയലുകൾ ആ ചരിത്രത്തിൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കുണിയൻ വയലുകൾക്ക് ഇന്ന് പറയാനുള്ളത് ഉപ്പുവെള്ളം കയറി നെൽകൃഷി അസാധ്യമായ പുതിയ കഥയാണ്. കുണിയന് താഴെ കാരാണക്കെട്ടിന്റെ ചോർച്ചയും കുണിയൻ പുഴയിൽ നിന്നും വേലിയേറ്റ സമയത്ത് വയലിലേക്ക് ഉപ്പുവെള്ളം കയറുന്നതുമാണ് പ്രശ്നം ഗുരുതരമാക്കിയത്. 2 വിളയും 3 വിളയും കൃഷി ചെയ്ത വയലുകളാണ് ഇതുമൂലം തരിശിടേണ്ടി വന്നത്. 1 ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇപ്പുറം കൈപ്പാടും കണ്ടത്തിൽ ഒരു കൃഷി ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. കൃഷി ചെയ്യുന്ന കുറേ വർഷമായി കൃഷി ചെയ്യാതെ ഉപ്പുവെള്ളം കയറുന്നുണ്ട്. ഇക്കൊല്ലം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു വെള്ളം കയറിന് എങ്ങനെയാണെന്നറിയില്ല. ഇനി നമ്മുടെ വീട്ടിൻ്റെ അരുവത്ത് വരെ എത്തി. ഇനിയിപ്പം കിണറിലും ഉപ്പുവെള്ളം കയറുന്നില്ല, ഒരു പേടി നമുക്കുണ്ട്. ഇനിയിപ്പോൾ അത് ചെയ്താൽ അപ്പുറമുള്ളൊരു പാലത്തിൻ്റെ അന്നേരം പറഞ്ഞു പാലം ആക്കണം, എന്നാൽ ഉപ്പുവെള്ളം തടയാൻ പറ്റുമെന്ന്. ഇപ്പം കുറച്ച് പൈസ പാസ്സായിട്ടുണ്ട്. ഇനി ആ പൈസ പാസ്സായതുകൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക്. പിന്നെ അത് സാധിക്കുന്നില്ലേ. ഇപ്പം കുട്ടുമ്പോൾ ഇപ്പുറം ഒരുപാട് കൃഷിയാക്കിയാന്ന് അത് ഉപ്പുവെള്ളം കയറിയിട്ട് എല്ലാവരും നെല്ലും പുല്ലടക്കം പോകുന്നുണ്ടല്ല. അതൊന്നും പറയാൻ കഴിയുന്നില്ല. പുല്ലടക്കം പോകുന്നുണ്ട്. അല്ലാതെ ഇങ്ങനെ മടുപ്പ് വന്നിട്ടാണ് ആരും കൃഷിയാക്കാതെ. നല്ല നെല്ല് കിട്ടുന്ന വയലാണ്. കിണറിലെ വെള്ളം നമുക്കെല്ലാം മോശം വെള്ളം തന്നെ. ഇനി ഇങ്ങോട്ടില്ല എല്ലാ വെള്ളവും ഇങ്ങനെ ഈ ഉപ്പുവെള്ളം ഇങ്ങനെ കയറിയോണ്ട് എല്ലാ വെള്ളവും അതേപോലെ ആവുമെന്നാണ് പറയുന്നത്. കൃഷി മുടങ്ങുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല ഉപ്പുവെള്ള പ്രശ്നം. ഇതുവരെ ഉപ്പുവെള്ളം കയറാത്ത പല കിണറുകളിലും ഉപ്പുരസം കലർന്നു കഴിഞ്ഞു. വയലിൽ ഉപ്പുവെള്ളം കൂടുതൽ നിറയുന്നതോടെ കിണറുകൾ ഉപയോഗശൂന്യമാകുമെന്ന ഭീതിയും നാട്ടുകാർക്കുണ്ട്. തുണികൾ അലക്കാൻ പോലും കഴിയാത്ത രീതിയിൽ സോപ്പ് പതയാത്ത വെള്ളമാണ് പല കിണറുകളിലും. സംസ്ഥാന ബജറ്റിൽ കുണിയനിൽ തടയണ നിർമ്മിക്കാൻ 75 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഇതിന് ഭരണാനുമതി കിട്ടിയിട്ടും കരാറുകാരെ കിട്ടാത്ത പ്രതിസന്ധി ഉണ്ടായിരുന്നു. നിലവിലൊരു കരാറുകാരൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഉടൻ പണി പൂർത്തിയായില്ലെങ്കിൽ കുണിയനിലെ വയലുകളിലും കിണറുകളിലും ലവണജലം നിറയുമെന്നുറപ്പ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.